ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതേ, നമ്മളെ കയ്യിലൊരു പൊട്ടിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഒരു ടിന്നായിരുന്നു കേട്ടോ, നമ്മളൊരു മുട്ടായിൻ്റെ ഒക്കെ അത് വലിയൊരു ടിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അത് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഹോൾസ് കൊടുത്തിട്ടോ. അതിൻ്റെ ശേഷം എന്ത് ചെയ്ത് ഞാനത് അവിടെ മാറ്റി വെച്ച്. ഇനി നമുക്കിതാ കുറച്ച് പച്ചയിലകൾ കണ്ടില്ലേ, ഇതുപോലത്തെ പച്ചയിലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചെടി നടാൻ വേണ്ടിയിട്ടോ. ആ ബോട്ടിലിൽ മാസം മാറി ചെടികൾ നട്ട് പിടിപ്പിക്കാനാണ്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ച ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കരിയിലൊപ്പം നമ്മളെ കയ്യിലില്ല, എടുത്ത് വെച്ചിനതൊക്കെ നമ്മൾ ഓരോ നട്ട് പിടിപ്പിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാനതിന് കരിയിലല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ പച്ചയില ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ നട്ട് പിടിപ്പിക്കൽ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ പച്ചയിലകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് നമ്മളെ ഈ ബോട്ടിലേക്ക് ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്തിട്ടോ. ഇത് നല്ലൊരു വള കേട്ടോ, പച്ചയില. ഇതൊക്കെ അവിടെ കടന്ന് ഇങ്ങോട്ട് ചെയ്യും ചെയ്യും. പിന്നെ നമുക്കിതാ മണ്ണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ട് വെച്ചിന് കേട്ടോ കുറച്ച്. അതൊക്കെ അപ്പം മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഉറച്ച് കിടക്കുകയാണ്. അപ്പം ഞാനൊന്ന് നമ്മളെ ചെറിയൊരു കുഞ്ഞ് കൈക്കോട്ടുണ്ട് കേട്ടോ പൊട്ടിയത്, അതാ ഞാൻ യൂസ് ചെയ്യല്. അപ്പോൾ ആ കൈക്കോട്ടിനോട് അന്ന് മണ്ണ് ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇനി നമ്മളെ ഈ ബോട്ടിൽ കണ്ടില്ലേ, നമ്മളെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് വിചാരിച്ച് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും നട്ട് പിടിപ്പിച്ചാലോ എന്നുള്ളത് കേട്ടോ. നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കട്ടോ. മഴ ആയാലും വേണ്ടില്ല, വെയിലായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടേ എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് മനസ്സിനും സമാധാനമാണ്, നമ്മളെ വീട് മുറ്റവും കാണാനൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ മഴയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മഴൻ്റെ സമയത്ത് മഴ പെയ്യും, വെയിലിൻ്റെ സമയത്ത് വെയിലുണ്ടാവും. അത് വിചാരിച്ച് നമ്മൾ മഴ പോട്ടെ വെയിൽ പോട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ നമ്മളെ ടൈമും അത് കഴിയും. അപ്പോൾ അതിലൂടെ ഒത്ത് കിട്ടൂലല്ലോ. അപ്പോൾ ഉള്ള സമയത്തൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനത് ആ മണ്ണ് അതിലേക്ക് റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഇപ്പോൾ നമ്മളെ മാസം മാറി ചെടി, അപ്പോൾ ഞാനിന്ന് വെറൈറ്റി അടുക്കി നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മാസം മാറി ചെടിയൊക്കെ ഇതിമെന്നൊക്കെ ഒരുപാട് തണ്ടുകളൊക്കെ ഓരോരുത്തർക്ക് ഞാൻ അങ്ങനെ കൊടുത്തിട്ടത് നമ്മളെ റോഡിൻ്റെ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോയി വെച്ചതാട്ടോ. വീടിൻ്റെ മുറ്റത്തുനിന്ന് കുറേ ചെടിയൊക്കെ കുറേ സ്ഥലത്തേക്കായിട്ട് മാറ്റി വെച്ച്. അപ്പോൾ ഞാൻ 4 തരം മാസം മാറി ചെടികൾ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒരൊറ്റ ബോട്ടിൽ നട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഭംഗി എന്ന് പറയാനാണ്. ഇത് നല്ല ഭംഗിയായിട്ട് ഈ മാസം മാറി കണ്ടില്ലേ, അതിൻ്റെ വെറൈറ്റി മാസം മാറി ചെടികളാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ ചെടി ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടോ. നമ്മളെടുത്തുനിന്ന് ഇത് നഷ്ടപ്പെട്ട് പോരാ, മഴയൊക്കെ ആകുമ്പോൾ വേഗം ചീഞ്ഞ് പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. ചീഞ്ഞ് പോകാൻ ഞാൻ ഇത് കൊടുക്കൂല. അപ്പോൾ ഇതിന് ഞാൻ വേറെ നട്ട് പിടിപ്പിച്ച് റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇങ്ങനെയായിട്ട് നട്ട് പിടിപ്പിച്ച് ഈ 4 മാസം മാറി ചെടി കൂടി ഒരൊറ്റ ബോട്ടിൽ നട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നട്ട് പിടിക്കാമെന്ന് വിചാരിച്ച്. അതൊന്ന് നിങ്ങൾക്കും കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കൂട്ടി വെച്ചപ്പം തന്നെ എന്ത് ഭംഗിയില്ലേ കാണാൻ നമ്മളെ ചെടി. അപ്പോൾ ഞാൻ ഒന്നിച്ചിങ്ങോട്ട് നടുകയല്ല, ഓരോന്നായിട്ട് ഇങ്ങോട്ട് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റത്തെ ചെടി നമുക്കൊന്ന് നട്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ മറ്റേതൂടെ ഇങ്ങോട്ട് നട്ട് കൊടുക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. മഴയും കാറ്റും വെയിലും അതുപോലെ നമ്മളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. സ്കൂളില്ലാത്ത സമയത്തൊക്കെ മക്കളൊക്കെ ഒന്ന് വെള്ളത്തിൽ കളിക്കാൻ പോകുന്നതും നമ്മളോണ്ട് വീട്ടിൽ നിന്ന് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോവും. നമ്മൾ ഇവിടെ അടുത്തുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പം മഴയത്തൊന്നും മക്കളൊക്കെ എങ്ങോട്ടും വിടാതെ നിൽക്കട്ടോ. പിന്നെ മക്കളൊക്കെ ഈ സമയത്ത് പിടിച്ചാൽ കിട്ടും, ചിലവരെ പ്രായം അങ്ങനത്തതും ആണല്ലോ. എന്നാലും നമ്മൾ നല്ലോണം കരുത് തന്നെ, മഴത്തൊക്കെ പുറത്ത് വിടാതെ നിൽക്കാം. നല്ല മഴയാണ് ഇപ്പം പെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ നമ്മളെ ചെടികൾ ഇതിലേക്ക് ഇങ്ങനെ നട്ട് പിടിപ്പിച്ച്. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് നട്ട് പിടിപ്പിച്ച് ഇതൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കാണും ചെയ്യണമല്ലോ. നമുക്ക് ഓരോന്നായിട്ട് ഇത് 4 നല്ല ഭംഗിയുള്ള മാസം മാറി ചെടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ വെറൈറ്റി കണ്ടപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഇനി നമുക്കിതൊക്കെ ഉണ്ടായിട്ടും ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിച്ചിരുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടായി കിട്ടും കേട്ടോ. കണ്ടില്ല, താഴെ ഭാഗം നമ്മളെ പച്ചയില, അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്ത് പിന്നെയാണ് നമ്മൾ നട്ട് പിടിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഉള്ളപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ചില മാസം മാറിൻ്റെ മുകളിൽ അങ്ങ് തണ്ട് ഇങ്ങോട്ട് നുള്ളി കൊടുത്തതാട്ടോ. അതിലിങ്ങനെ പൂവുണ്ടായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചെടി. ഇനി ഉണ്ടായിട്ട് കാണുമ്പം അതിൻ്റെത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വെറൈറ്റികളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ചെയ്യാതെ നിന്ന് മടിച്ച് നിന്നാലും നമുക്കൊന്നും ഉണ്ടാവില്ല. ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും കഴിയല്. അപ്പം
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടിട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓരോരുത്തരം വീഡിയോസുകളൊക്കെ ഇടാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചതാണ്. ഇനി നമുക്ക് ഉണ്ടായതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഓക്കേ.